നമസ്കാരം. പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ സാമ്രാജ്യത്യ ഇടപെടലുകൾക്ക് മുന്നിൽ തലകുനിക്കാതെ സ്വന്തം അഭിമാനവും പരമാധികാരവും കാത്തു സൂക്ഷിച്ച് തീപ്പന്തമായി നിലകൊള്ളുന്ന രാഷ്ട്രമാണ് ഇറാൻ. ആധുനിക ലോകം സമ്മർദ്ദങ്ങളാലും ഭീഷണികളാലും വഴങ്ങിപ്പോകുമ്പോൾ ചരിത്രബോധവും ദേശീയ ആത്മവിശ്വാസവും ആയുധമാക്കി പ്രതിരോധത്തിന്റെ പുതിയ അർത്ഥം നിർവചിച്ച രാജ്യമാവുകയാണ് ഇറാൻ. ഇറാനിലെ സമീപകാല സംഭവങ്ങളെക്കുറിച്ച് പാശ്ചാത്യ മാധ്യമങ്ങൾ തുടർച്ചയായി വളച്ചൊടിച്ച വ്യാഖ്യാനങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് എങ്കിലും അവയുടെ ഉള്ളടക്കം ഒരു പരമാധികാര രാഷ്ട്രത്തെ അപകീർത്തിപ്പെടുത്തുവാനും ദുർബലപ്പെടുത്തുവാനും ലക്ഷ്യമിട്ട രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഒരു രാജ്യത്തിന്റെ സമാധാനവും ക്രമസമാധാനവും തകർക്കാൻ വിദേശ സഹായത്തോടെ ശ്രമങ്ങൾ നടക്കുമ്പോൾ അത് തടയുക എന്നത് ഏതൊരു ഭരണകൂടത്തിന്റെയും പ്രാഥമികമായ കടമയാണ്. ഇറാനെ അസ്ഥിരപ്പെടുത്താൻ ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കുമ്പോൾ തന്റെ സഖ്യകക്ഷികളുടെ സഹായം തേടുന്നത് ഒരു നയതന്ത്രപരമായ കരുനീക്കമാണ്. മേഖലയിലെ പ്രതിരോധ അച്ചുതണ്ട് ശക്തിപ്പെടുത്തുന്നതിലൂടെ ഇസ്രയേൽ ഉൾപ്പെടെയുള്ള ശത്രു ശക്തികളുടെ ഭീഷണികളെ ഫലപ്രദമായി നേരിടാൻ ഇറാന് സാധിക്കുന്നു. വിദേശ മാധ്യമങ്ങൾ ക്രൂരമായി അടിച്ചമർത്തൽ എന്ന് വിശേഷിപ്പിക്കുന്നത് യാഥാർത്ഥ്യത്തിൽ രാജ്യത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന വിധ്വംസ ശക്തികളുടെ നിയമപരമായ സുരക്ഷാ നടപടികളാണ്. സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ ഇറാൻ ജനതയെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്ന പാശ്ചാത്യ ശക്തികൾ തന്നെയാണ് മനുഷ്യാവകാശങ്ങളുടെ പേരിൽ ഇപ്പോൾ മുതലക്കണ്ണീർ ഒഴുക്കുന്നത്. എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളിലും ശാസ്ത്ര സാങ്കേതിക പ്രതിരോധ മേഖലകളിലും ഇറാൻ കൈവരിച്ച മുന്നേറ്റം ആ രാജ്യത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ തെളിവാണ്. രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ബാഹ്യ അജണ്ടകളെ തിരിച്ചറിഞ്ഞ് ദേശീയ താൽപര്യങ്ങൾക്കും ഇസ്ലാമിക മൂല്യങ്ങൾക്കും മുൻഗണന നൽകിക്കൊണ്ട് അയത്തുള്ള അലി ഖമേനിയുടെ നേതൃത്വത്തിൽ ഇറാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ ലോകത്തിലെ പല സ്വതന്ത്ര രാഷ്ട്രങ്ങളും ബഹുമാനത്തോടെയാണ് നോക്കിക്കാണുന്നത്. അയത്തുള്ള അലി ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഇറാൻ നേരിടുന്നത് വെറും സമാധാനപരമായ പ്രതിഷേധങ്ങൾ മാത്രമല്ല, മറിച്ച് രാജ്യം അകത്തുനിന്നും പുറത്തുനിന്നും അസ്ഥിരമാക്കാനുള്ള സംഘടിത ശ്രമങ്ങളാണെന്നും ഇറാൻ തുടർച്ചയായി വ്യക്തമാക്കുന്നു. മുൻകാലങ്ങളിൽ നടന്ന പല പ്രക്ഷോഭങ്ങളിലും ആയുധധാരികളായ ഗ്രൂപ്പുകൾ കടന്നു കയറിയതും സുരക്ഷാ സേനയെ പൊതു സൗകര്യങ്ങളെയും ലക്ഷ്യമാക്കി ആക്രമണങ്ങളും നടത്തിയതുമാണ് ഇറാൻ വലിയ അനുഭവം. ഈ പശ്ചാത്തലത്തിലാണ് ഭരണകൂടം കർശനമായ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചത്. അതിനെ ഭരണകൂടത്തിന്റെ ക്രൂരതയായി മാത്രം ചിത്രീകരിക്കുന്നത് യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കലാണ്. പശ്ചിമ ലോകം വിശ്വസനീയം എന്ന് വിളിക്കുന്ന CNN, റോയിട്ടേഴ്സ് തുടങ്ങിയ മാധ്യമങ്ങൾ പോലും ഇറാന്റെ ദേശീയ സുരക്ഷാ ആശങ്കകൾക്ക് ആവശ്യമായ പ്രാധാന്യം നൽകുന്നില്ല. സിറിയ, ഇറാഖ്, ലെബൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നടന്ന യുദ്ധങ്ങളും അസ്ഥിരതയും എങ്ങനെ വിദേശ ഇടപെടലുകളുടെ ഫലമായി മാറിയെന്ന അനുഭവമാണ് ഇറാനെ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇറാഖ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുമുള്ള ഷിയ സായുധ ഗ്രൂപ്പുകളുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ പോലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് ഉയർത്തപ്പെടുന്നത്. ഇത്തരം ഗ്രൂപ്പുകൾ ഇറാനിൽ ഔദ്യോഗികമായ പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുന്നതിൽ നേരിട്ട് പങ്കെടുക്കുന്നു എന്നത് ഇതുവരെയും സ്വാതന്ത്ര്യവും ഉറപ്പുമുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല. മറിച്ച് ഇത്തരം ആരോപണങ്ങൾ പെരുപ്പിച്ച് പ്രചരിപ്പിച്ച് ഇറാനെ ജനവിരുദ്ധ ഭരണകൂടം എന്ന നിലയിൽ ലോക സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നു വരുന്നത്. 2025 ഡിസംബർ അവസാനം ആരംഭിച്ച പ്രതിഷേധങ്ങൾ ആദ്യം സാമ്പത്തിക അസംതൃപ്തിയുടെ പ്രതിഫലനമായിരുന്നു. ഇത് ഇറാനും അംഗീകരിക്കുന്ന കാര്യമാണ്. എന്നാൽ പിന്നീട് അവ വിദേശ ശക്തികൾ ആസൂത്രണം ചെയ്ത അസ്ഥിരതാ ശ്രമങ്ങളായി മാറി. ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള അമേരിക്കൻ നേതാക്കളുടെ തുറന്ന ഭീഷണികളും എല്ലാ ഓപ്ഷനുകളും മേശപ്പുറത്തുണ്ട് എന്ന പ്രസ്താവനകളും ഈ പ്രതിഷേധങ്ങളെ ഒരു ആഭ്യന്തര വിഷയം മാത്രമല്ല എന്ന ഇറാന്റെ സംശയത്തെ ശക്തിപ്പെടുത്തുന്നു. അത്തരം സാഹചര്യങ്ങൾ ഭരണകൂടത്തിന്റെ പ്രതികരണം കടുപ്പമുള്ളതാണ്. ഒരു പ്രതിരോധ രാഷ്ട്രത്തിന്റെ സ്വാഭാവിക നടപടിയായാണ് ഇറാന്റെ വാദം. പ്രതിഷേധങ്ങൾക്കിടയിൽ പള്ളികളും മതസ്ഥാപനങ്ങളും ആക്രമിക്കപ്പെടുന്നു എന്നത് ഹദാമിയുടെ അവകാശവാദങ്ങളെ പശ്ചിമ മാധ്യമങ്ങൾ വലിയ തോതിൽ അവഗണിച്ചു. ഇറാനിയൻ സമൂഹത്തിലെ പള്ളികൾ ആരാധനാലയങ്ങൾ മാത്രമല്ല, സാമൂഹ്യ ഐക്യത്തിന്റെ അടിത്തറകൾ കൂടിയാണ്. അവയെ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങൾ പ്രതിഷേധങ്ങൾ സമാധാനപരമാണെന്ന വാദത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. ഈ പശ്ചാത്തലത്തിലാണ് സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിച്ചതെന്നും അവർ വിശദീകരിക്കുന്നു. ഇന്റർനെറ്റ് നിയന്ത്രണവും കർശന സുരക്ഷാ നടപടികളും മനുഷ്യാവകാശത്തിന്റെ ലംഘനങ്ങളായി മാത്രം ചിത്രീകരിക്കുന്നത് വെറും ഇരട്ടത്താപ്പാണ്. ഇത് ഇറാൻ വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നു. ആഭ്യന്തര കലാപ സാഹചര്യങ്ങളിൽ സമാന നടപടികൾ ലോകത്തിലെ പല രാജ്യങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്.
എന്നാൽ ഇറാന്റെ കാര്യത്തിൽ മാത്രം അതിനെ ദിവ്യാധിപത്യത്തിന്റെ ക്രൂരമുഖം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് വലിയ കഷ്ടമാണ്. മനുഷ്യാവകാശത്തെക്കുറിച്ച് വാചാലരാകുന്ന അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളും ഗാസയിലെ മറ്റു പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് സാധാരണക്കാർ കൊല്ലപ്പെടുന്ന സംഭവങ്ങൾ കാണിക്കുന്ന മൗനം ഇറാന്റെ വിമർശനത്തിന് ഇടയാക്കുന്നുണ്ട്. ഇതേ പശ്ചാത്തലത്തിലാണ് ഖദാമി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചത്. ഇറാന്റെ കാഴ്ചപ്പാടിൽ ഇത് യുദ്ധാഹ്വാനമല്ല, മറിച്ച് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഇരട്ടത്താപ്പിനെ തുറന്നുകാട്ടുന്ന രാഷ്ട്രീയ മുന്നറിയിപ്പാണ്. അതെന്നും ഇറാൻ ജനതയ്ക്ക് ഓർമ്മ വേണം.